നിന്നിലേക്ക് ഭാഗം 82. ഭദ്രയുടെ കൈകൾ ഐശുവിൻ്റെയും മിത്രയുടെയും കയ്യിൽ മുറുകിയതറിഞ്ഞുകൊണ്ട് ഇരുവരും അവളെ സംശയത്തോടെ നോക്കി. എന്താ ഭദ്രേ, നീ എന്തെങ്ങനെ വേർതിരിക്കുന്നേ? മിത്ര ചോദിച്ചു. ഐശുവിലും അതേ സംശയം തന്നെയായിരുന്നു. ഓ, ഒന്നുമില്ല, വാ നമുക്ക് അകത്തേക്ക് പോവാ. അതും പറഞ്ഞ് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഭദ്ര ഐശുവിൻ്റെയും മിത്രയുടെയും കൈ പിടിച്ച് പെട്ടെന്ന് മുന്നോട്ട് നടന്നു. എന്താ ഭദ്രേ? മിത്ര ചോദിക്കുന്നുണ്ട്. പക്ഷേ ഭദ്ര അവരുമായി ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. സിറ്റൗട്ട് പോയിരിക്കും രണ്ടാളും, ഞാൻ ഗേറ്റ് അടച്ചിട്ട് വരാം, കനത്ത സ്വരത്തിൽ അവള് പറഞ്ഞു. ഈ പെണ്ണിന് വട്ടാ, നീ വാ ഐശു. മിത്ര മുഖം വീർപ്പിച്ചു പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിലേക്ക് നടന്നു. ഭദ്ര ഗേറ്റ് അടയ്ക്കാനായി മുന്നോട്ട് വന്നു. ഒരു കാർ അവരുടെ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായി നിർത്തിയിട്ടിരിക്കുന്നു. ഭദ്രയുടെ നോട്ടം പേടിയോടെ അങ്ങോട്ട് നീങ്ങി. ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന രണ്ടാളുകൾ കാറിന്റെ പുറകിലെ സീറ്റിലിരിക്കുന്നുണ്ട്. നന്നേ കറുത്തുരുണ്ട് പുരികക്കൊടികൾക്കിടയിൽ കത്തികൊണ്ട് വെട്ടുകൊണ്ടതുപോലെയുള്ള ഉണങ്ങിയ പാടുള്ള ഒരാൾ. അതേപോലെ തന്നെ തടിച്ചൊരാൾ അയാൾക്ക് അപ്പുറത്തും ഇരിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് സീറ്റിലെ ആളെ വ്യക്തമല്ല. പക്ഷേ കോ ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളുടെ നോട്ടം ഭദ്രയിലാണ്. അവൾ വെപ്രാളത്തോടെ പെട്ടെന്ന് ഗേറ്റ് അടച്ചു. അതിലെ കമ്പികൾക്കിടയിലൂടെ അവളുടെ കണ്ണുകൾ അപ്പോഴും പുറത്തേക്ക് പായുന്നുണ്ടായിരുന്നു. പുറകിലെ സീറ്റിലിരിക്കുന്ന ആൾ ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളുടെ നോട്ടവും ആ ഗേറ്റിനടുത്തേക്ക് തന്നെയാണ്. ഭദ്രേ, നീ എന്താ അവിടെ ചെയ്യുന്നേ? മിത്ര വിളിച്ചു ചോദിച്ചു. ഭദ്ര ഒന്ന് ഞെട്ടി. ഏയ് ഒന്നുമില്ല, വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ടവൾ റോഡിലേക്ക് ഒന്ന് നോക്കി. രണ്ട് കാറിൽ ഒരു കാർ അവിടെ നിന്നും ചീറിപ്പാഞ്ഞുപോയി. അടുത്ത കാറിലെ ഗ്ലാസ് എല്ലാം ഉയർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിലെ ആളുകളെ അവൾക്ക് വ്യക്തമായില്ല. ആ കാറും അവിടെ നിന്നും പോയതും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഭദ്ര മിത്രയ്ക്കടുത്തേക്ക് നടന്നു. ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നീ ഇതെന്ത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അവിടെ? മിത്ര സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ, ഭദ്ര പറഞ്ഞു. വെറുതെ ഒന്നല്ല, എന്തൊക്കെയുണ്ട്, പറയടി, എന്താ കാര്യം? മിത്ര ശബ്ദമുയർത്തി. എന്ത്? ഒന്ന് പോവണേ. അതും പറഞ്ഞ് ഭദ്ര ഐശുവിനൊപ്പം സിറ്റൗട്ടിന്റെ പടിയിൽ ഇരുന്നു. മിത്ര അവളെ കൂർപ്പിച്ചു നോക്കി ഐശുവിന്റെ ഇപ്പുറത്തെ സൈഡിലും ഇരുന്നു. അതൊക്കെ വിട്, നിന്റെ മനസ്സിൽ മിഥുനേട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കരുതുന്നതാ നിങ്ങളുടെ ലവ് സ്റ്റോറി അറിയണമെന്ന്. അത് പറ. ഭദ്ര ഐശുവിന്റെ കയ്യിൽ പിടിച്ചു. മിത്രയുടെ മുഖവും ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് ശരിയാ, അത് പറയാ ഐശു, മിത്രയും പറഞ്ഞു. ഐശു അവളെ നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. അതിന് എന്ത് ലവ് സ്റ്റോറി? പ്രണയം എനിക്ക് മാത്രമായിരുന്നില്ലേ? ഐശുവിന്റെ സ്വരം പതിഞ്ഞു. നീ നിന്റെ ലവ് സ്റ്റോറി പറഞ്ഞാൽ മതി, ഞങ്ങൾക്കറിയണം. മിത്ര വാശി പിടിച്ചു. ഐശു ഒന്ന് പുഞ്ചിരിച്ചു. അതിപ്പോൾ ഇത്രയും പറയാനുണ്ടോ മിത്രേ? മിഥുവേട്ടൻ ആരായാലും ഇഷ്ടപ്പെട്ടു പോവും ആളെ. അത്രയും നല്ല സ്വഭാവമായിരുന്നു. ആ സ്വഭാവം കൊണ്ട് തന്നെയാ എൻ്റെ ഉള്ളിലേക്കും ആ മനുഷ്യൻ കയറിക്കൂടിയത്. അന്നത്തെ ഓർമ്മകളിൽ പുഞ്ചിരിയോടെ ഐശു പറഞ്ഞു. മിത്ര പെട്ടെന്ന് അവളുടെ ഫോണിൽ നിന്നും ശിവയ്ക്ക് കോൾ ചെയ്ത് ഫോൺ അവളുടെ വസ്ത്രത്തിനിടയിലേക്ക് മറച്ചു പിടിച്ചു. ഐശുവിൻ്റെ പ്രണയം അവളുടെ നാവിൽ നിന്ന് തന്നെ ശിവ അറിയണമെന്ന മിത്രയുടെ ആഗ്രഹം. ശിവ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്തു. ഹലോ, എന്താ ശ്രീ? കോൾ എടുത്ത ഉടനെ ശിവ ചോദിച്ചു. പക്ഷേ മറുപടിയില്ല. ഒരു നിമിഷം ശിവയൊന്ന് ഞെട്ടിപ്പോയി. പക്ഷേ പെട്ടെന്ന് ഐശുവിൻ്റെ ശബ്ദം ഫോണിലൂടെ കേട്ടതും ഫോൺ ഒന്നുകൂടി ചെവിയിലേക്ക് അടുപ്പിച്ചു വെച്ചു അവൻ. മിഥുവേട്ടൻ എൻ്റെ ഏട്ടനോട്ട് എത്ര പെട്ടെന്നാ കൂട്ടായതെന്നറിയോ? എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പുതുതായിട്ട് വന്ന താമസക്കാരായിരുന്നിട്ട് പോലും ഒരു ചെറിയ അകൽച്ച പോലും ഞങ്ങൾക്ക് തോന്നാത്ത വിധം പെട്ടെന്ന് ഏട്ടൻ്റെ സൗഹൃദം സ്വന്താക്കി കളഞ്ഞു. ഞാൻ ഒരു വായാടിയാണെന്നാ ഏട്ടനും പപ്പ എപ്പോഴും പറയാറ്. നേരെ തിരിച്ച് ദേഷ്യക്കാരും വാശിക്കാരിയായിരുന്നു ഏഞ്ചൽ. ഞാൻ ഏട്ടനോട് പെരുമാറുന്നത് പോലെ തന്നെ ആയിരുന്നു മിഥുവേട്ടനോടും. ഏട്ടന് മിഥുവും എനിക്ക് മിഥുവേട്ടനുമായി. എന്നോട് ആൾ കാണിക്കുന്ന കുറുമ്പിൽ എപ്പോഴോ ഒരടുപ്പ കൂടുതൽ തോന്നിപ്പോയി എനിക്ക്. മണ്ടത്തരം. അവളൊന്ന് ചിരിച്ചു. മിത്രയും ഭദ്രയും അവളെ ഉറ്റുനോക്കി. ശിവ കണ്ണുകളടച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാൻ വളരെ ചെറിയ സമയം മതി എന്നാണല്ലോ പറയാറ്. അതുപോലെ ഞാനും എപ്പോഴും സ്നേഹിച്ചു പോയി. പ്രണയം എന്ന അനുഭൂതി അത് വല്ലാത്തൊരു ഫീലാണെന്ന് രണ്ടാൾക്കും ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ. ആ ഒരു മായിക ലോകത്തിലായിരുന്നു ഞാൻ. ആ മനുഷ്യനോട് തോന്നുന്ന വികാരത്തിന് പ്രണയം എന്നാണ് പേരെന്ന് തിരിച്ചറിഞ്ഞതു മുതൽ പിന്നീട് ആ മുഖത്തേക്ക് നോക്കാനൊരു വെപ്രാളായിരുന്നു. കണ്ണുകൾ വല്ലാതെ പെടയും. എൻ്റെ മനസ്സ് മിഥുവേട്ടൻ കണ്ടുപിടിക്കുമെന്നോർത്ത് ഭയന്നിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ഭയം? ഇപ്പോഴും അറിയില്ല എനിക്ക്. ഇത്രയുള്ളായിരുന്നോ ഞാൻ? ഒരാളെ ഇഷ്ടമായിട്ടും അത് തുറന്നു പറയാൻ ധൈര്യമില്ലാത്തവള്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും മിഥുവേട്ടനെ എങ്ങനെ എൻ്റെ പ്രണയം അറിയിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനുള്ള ശ്രമം നടത്തി.
ആളോട് കൂടുതൽ അടുത്ത് സംസാരിച്ചും ചിരിച്ചും അങ്ങനെ. പക്ഷേ എൻ്റെ ആ പെരുമാറ്റത്തിലൊന്നും എൻ്റെ പ്രണയം ആൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഏഞ്ചലിലേക്ക് ആ കണ്ണുകൾ നീളുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. തകർന്നു പോയി ഞാനില്ലേ മിതുവേട്ടാ, എന്നെ നോക്ക്. ഐഷു അത്രയും സ്നേഹിക്കുന്നു എന്ന് മനസ്സ് അലറിക്കരഞ്ഞു പറഞ്ഞു. പക്ഷേ ആരും കേട്ടില്ല. ഏട്ടനോട് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അറിയിച്ചാലോന്ന് കരുതി. പക്ഷേ അപ്പോഴേക്കും ഏഞ്ചലിനെ തന്നെ ആയിരുന്നു മിതുവേട്ടന് ഇഷ്ടമെന്ന് എന്നെ പോലെ തന്നെ ഏട്ടനും കണ്ടെത്തി. ഇഷ്ടമുള്ളവർ തമ്മിലല്ലേ ഒന്നിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അകന്നു നിന്നു. മിതുവേട്ടൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതി. പക്ഷേ തകർന്നു പോയിടി ഞാൻ. ആ മനുഷ്യൻ അന്ന് ഏഞ്ചലിൻ്റെ കല്യാണത്തിന് കരയാൻ പോലും മറന്ന് നിർവികാരതയോടെ നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മിതുവേട്ടനല്ലേ കരയില്ലെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഉള്ളം വെമ്പി. പക്ഷേ ആ കണ്ണുകളിലെ നഷ്ടബോധം എന്നെ തളർത്തി. പിന്നീട് ഏഞ്ചലിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ പ്രണയം ഞാൻ എനിക്കുള്ളിൽ തന്നെ മൂടി വെച്ചു. പക്ഷേ അന്ന് എൻ്റെ ഏഞ്ചൽ പോയ അന്ന് എന്നെയും പിച്ചി ചീന്ത വന്നില്ലേ അവൻ. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. എൻ്റെ മിതുവേട്ടൻ, ഏട്ടൻ, പപ്പ, അമ്മ എല്ലാവരും ഓർത്ത്. വരുണെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഏട്ടൻ വന്നു. പിന്നെ എന്തൊക്കെ നടന്നു. ഒടുവിൽ എൻ്റെ ഏഞ്ചൽ അവള് പോയി. അതും പറഞ്ഞ് ഐഷു പൊട്ടിക്കരഞ്ഞു. മിത്രയും ഭദ്രയും അവളെ ചേർത്ത് പിടിച്ച് കൂടെ കരഞ്ഞു. ഒരുവിധം കരച്ചിൽ നിന്നതും ഐഷു വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഏട്ടനെ പോലീസ് കൊണ്ടുപോകുന്നത് ഏതോ ബോധത്തിൽ കണ്ടതുപോലെ ഓർമ്മയുണ്ട്. ആ സമയം മിതുവേട്ടൻ്റെ നെഞ്ചിലായിരുന്നു ഞാനെന്ന് അറിയാം. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് സമയമെടുത്തു. എനിക്കൊപ്പം എല്ലാത്തിനും കൂടെ മിതുവേട്ടനുണ്ടായിരുന്നു എന്ന് പപ്പയും അമ്മയും പറഞ്ഞറിയാം. പക്ഷെ അപ്പോഴേക്കും ആൾ എന്നിൽ നിന്നും ഒരുപാട് അകന്നതുപോലെ തോന്നി. സത്യം പറയാലോ മിത്രേ, വിങ്ങുന്നൻ്റെ മിതുവേട്ടൻ്റെ മുഖം കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ഏഞ്ചലിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. സ്നേഹിച്ചൂടായിരുന്നോടി അവൾക്ക് എൻ്റെ മിതുവേട്ടനെ. അതും പറഞ്ഞ് മുഖം പൊത്തി അവൾ പൊട്ടിക്കരഞ്ഞപ്പോൾ മിത്രയും ഭദ്രയും ആകെ വല്ലാതായി. ഐഷു കരയല്ലേ. മിത്രയും ഭദ്രയും അവളെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. ഫോണിലൂടെ എല്ലാം കേട്ടിരുന്ന ശിവയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഇപ്പോഴും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മിതുവേട്ടനെ. പക്ഷേ എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ ആൾക്ക് കഴിയില്ല മിത്രേ, കഴിയില്ല. ഇടർച്ചയോടെ ഐഷു പറഞ്ഞു നിർത്തി. ഐഷു, നീ മിഥുനേട്ടനോട് സംസാരിക്കണം. കണ്ണുകൾ അമർത്തി തുടച്ച് ഭദ്ര പറഞ്ഞു. ഐഷു ഞെട്ടി. ഞാനോ? അത് വേണ്ട. ഒരിക്കലും എന്നെ അതിനാൾക്ക് പറ്റില്ല. ഇപ്പോഴും ആ നെഞ്ചിൽ ഏഞ്ചൽ മാത്രമേ ഉള്ളൂ. ഐഷുവിൻ്റെ സ്വരം ദയനീയമായി. ഇനിയും ഇങ്ങനെ പറഞ്ഞിരുന്ന രണ്ടാളും ഒരു ജീവിതമില്ലാതെ ഇങ്ങനെ തനിച്ച് കഴിയുള്ളൂ എന്നും. ഏഞ്ചൽ ഇന്ന് ഈ ഭൂമിയിലില്ല, അതാ സത്യം. മിഥുനേട്ടന് അവളെ മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്നെ മനസ്സിലാക്കാൻ ഉറപ്പായിട്ടും കഴിയും ഐഷു. അതുകൊണ്ട് നീ ആളോട് സംസാരിക്കണം, നിന്റെ ഇഷ്ടം അറിയിക്കണം. മിത്രയും ഗൗരവത്തോടെ പറഞ്ഞു. ഐഷു ദയനീയമായി ഇരുവരെയും നോക്കി. നോക്കണ്ട, ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഒരിക്കൽ പോലും മിഥുനേട്ടനോട് നിന്റെ ഇഷ്ടം പറയാഞ്ഞത് നിന്റെ തെറ്റ്. അതുകൊണ്ട് ഇനിയെങ്കിലും നീ അത് പറയണം, എല്ലാം ശരിയാവും. ഭദ്ര അവൾക്ക് ആത്മവിശ്വാസം നൽകി. ഐഷു കണ്ണുകൾ അമർത്തി തുടച്ചു. എന്നെ അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് മിഥുവേട്ടൻ പറഞ്ഞാലോ? അവൾ ചോദിച്ചു. നിനക്കും മിഥുനേട്ടനെ മാത്രം അങ്ങനെ കാണാൻ പറ്റൂന്ന് പറയണം. മിത്ര കൂസലില്ലാതെ പറഞ്ഞു. ഐഷുവിന് ചിരി വന്നു. പോടി. അവൾ ചിരിയോടെ മിത്രയുടെ തോളിലടിച്ചു. മിത്ര അവളുടെ കവിളിൽ ചുണ്ടമർത്തി. പരസ്പരം ഇഷ്ടമായിരുന്നിട്ടും അത് തുറന്നു പറയാതെ വീർപ്പ് മുട്ടി കഴിഞ്ഞവരാ ഞാനും ദത്തേട്ടനും. ഒടുവിൽ ദത്തേട്ടൻ തന്നെ എന്നോട് മനസ്സ് തുറന്നു. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. കാരണം ദത്തേട്ടന് ഇഷ്ടമായിരുന്നു എന്നതിലുപരി എനിക്ക് എൻ്റെ റൗഡിയെ പേടിയായിരുന്നു. ഇഷ്ടം ചെന്ന് പറഞ്ഞാൽ തല്ലുകൂട്ടുമെന്നൊക്കെ ഭയന്നു. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിന്നോട് ഞാൻ ഇത്രയും പറഞ്ഞത്. മിത്ര പണ്ടത്തെ ഓർമ്മയിൽ പറഞ്ഞു. അത് കേട്ട ശിവയും ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് എങ്ങനെ അറിഞ്ഞു രണ്ടാളും ഇഷ്ടം? ഐഷു ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ടെന്താ, ശിവേട്ടൻ വന്ന് ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അങ്ങേരുടെ നെഞ്ചത്തൊട്ടിയില്ലേ ഇവള്. ഭദ്രമിത്രയെ കളിയാക്കി. പോടി തെണ്ടി. മിത്ര അവളെ അടിച്ചു. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതൊക്കെ എൻ്റെ വിച്ചേട്ടന് ഇഷ്ടമാണെന്ന് ഞാനാ അങ്ങോട്ട് പോയി പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ ഐശ്വര്യയെ, നീ പോയി വേഗം നിന്റെ മിതുവേട്ടനെ വളയ്ക്കാൻ നോക്ക്. ചെല്ല്. ഭദ്ര കുറുമ്പോടെ പറഞ്ഞു. ഐഷു ശരിയെന്ന പോലെ തലയാട്ടി. ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു, ഉള്ളിൽ ഒരു ആത്മവിശ്വാസവും. ഹലോ. ഫോണിൽ ശിവയുടെ കോൾ വന്നതും മിതു സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു മിതു. ശിവ പറഞ്ഞു. മിതു അമ്പരന്നു. എന്താ ശിവ, എന്താ കാര്യം? മിതു ചോദിച്ചു.
കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാ, നേരിട്ട് പറയാ, അവൻ പറഞ്ഞു. മിഥുവിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. എന്താടാ ശിവ, നിന്റെ ശബ്ദം കേട്ടിട്ട് കാര്യം അല്പം സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ, അവൻ ചോദിച്ചു പോയി. എനിക്ക് നിന്നെ ഇന്ന് തന്നെ ഒന്ന് കണ്ടേ പറ്റൂടാ, പക്ഷെ എങ്ങനെയാ, ശിവ വല്ലായ്മയോടെ ചോദിച്ചു. അതിപ്പം എന്താ ഇത്രയും ചോദിക്കാൻ, നീ വീട്ടിലേക്ക് വാടാ, അല്ലാതെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്റെ വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയാ, മിഥു പുഞ്ചിരിയോടെ ചോദിച്ചു. അതിന് ഞാൻ വീട്ടിലല്ല, ഓഫീസിലാ. ഞാൻ കാറ് പറഞ്ഞു വിട്ടാ നീ അതിൽ വരുമോ? നീയും ഞാനും മാത്രം മതി, വേറെ ആരും വേണ്ട. എനിക്ക് പറയാനുള്ളതെല്ലാം നിന്നോട് മാത്ര. ശിവയിൽ ഗൗരവമാണ്. ഞാൻ വരാ ശിവ, മിഥു പറഞ്ഞു. എന്നൊരു ഹാഫ് ആൻ അവർ, അതിനുള്ളിൽ നീ റെഡി ആയിക്കോ, കാർ അവിടെ എത്തും. പിന്നെ ആൻറ്റിയോട് ഞാൻ കാണണമെന്ന് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് മിഥുവിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ശിവ കോള് കട്ടാക്കി. മിഥു ഫോൺ മാറ്റിവെച്ച് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. എന്താവും ശിവയ്ക്ക് എന്നോട് ഇത്രയും സീരിയസ് ആയിട്ട് പറയാനുണ്ടാവുക? ആലോചനയോടെ മിഥുൻ അല്പനേരം കണ്ണുകൾ അടച്ചിരുന്നു. കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ് ശിവയും മിഥുവും. ഓഫീസിൽ നിന്നും അല്പം മാറി ഉള്ളിലേക്കുള്ള റോഡിലെ ഗ്രൗണ്ടിലാണ് ഇരുവരും. മിഥുവിനെ ശിവ പതിയെ എടുത്ത് അരമതിലിൽ കയറ്റിയിരുത്തിയിരുന്നു. അവനും മിഥുവിൻ്റെ അടുത്തായി തന്നെ ഇരിക്കുന്നുണ്ട്. മിഥു ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. കയ്യിലെ കെട്ട് അഴിച്ചിട്ടുണ്ട്. നടക്കാനും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നീയിപ്പോ ഓക്കെ അല്ലേ? ഗ്രൗണ്ടിൽ ബഹളം വെക്കുന്ന കുട്ടികളെ നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു. മിഥു മൂളി. ഏഞ്ചൽ പോയിട്ട് ഇത്ര വർഷമായിട്ടും നീ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? ശിവ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വേണ്ടാന്ന് തോന്നി. സത്യം പറഞ്ഞാൽ ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല എന്നതാ സത്യം. ശിവയെ നോക്കാതെ മുന്നോട്ട് നോക്കിയിരുന്നു കൊണ്ടാണ് മിഥു പറഞ്ഞത്. ഏഞ്ചലിനെ മറക്കാൻ കഴിയാത്തത് കൊണ്ടാണോ നീ? ശിവ പറഞ്ഞു വന്നത് നിർത്തി. ഒരിക്കലും അല്ല ശിവ. ഏഞ്ചൽ, അവളെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്നത് സത്യ. പക്ഷേ അവൾ മറ്റൊരുവൻ്റേതായ ശേഷം അവളെ ഞാൻ ഒരിക്കലും ആ കണ്ണോടുകൂടി കണ്ടിട്ടില്ല. പക്ഷേ അവളുടെ ജീവിതം ഒരു തകർച്ചയായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് വേദനിച്ചിരുന്നു. അന്ന് നല്ല രീതിയിൽ മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾ എന്നോട് പറയുമ്പോഴും ഒരു സങ്കടം തോന്നിയിരുന്നു. അവൻ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തി. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ മൂളി. ഏഞ്ചൽ എന്ന പെണ്ണിനോട് എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത്? ചിലപ്പോൾ നിന്നെക്കാളും ഐശ്വര്യനേക്കാളും അവൾ വാശിക്കാരി ആയതുകൊണ്ടായിരിക്കും അല്ലേ? അവളുടെ ആ വാശി എനിക്ക് വേണമെന്ന് തോന്നി. പക്ഷെ അവളുടെ ജീവിതം തന്നെ ഒരു തെറ്റായിരുന്നു. മിഥു പറഞ്ഞുകൊണ്ട് ശിവയുടെ മുഖത്തേക്ക് നോക്കി. ഉള്ളിലെ സങ്കടം പുറത്തേക്ക് വരാതിരിക്കാൻ പരിശ്രമിക്കുന്നവനെ കണ്ട് മിഥുവിന് പാവം തോന്നി. ശിവ, അവൻ മിഥുവിൻ്റെ തോളിൽ കൈവച്ചു. ഉള്ളിലൊരു തരി പോലും അവളോടിപ്പോൾ പ്രണയമില്ലെന്നാണോ മിഥു? ശിവ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. മിഥു ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ശിവ, അവളെ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ ആദ്യത്തെ പ്രണയവും മറക്കാൻ കഴിയില്ല. ഉള്ളിൽ ഇപ്പോഴും അവളുണ്ട്. പക്ഷേ ഒരു പ്രണയിനിയായിട്ടല്ല. ഇടയ്ക്ക് നിന്നോടെല്ലാം അടുപ്പാകുന്നതിന് മുന്നേ എന്നോട് അഭിനയിച്ചുകൊണ്ടാണെങ്കിലും സൗഹൃദം കാണിച്ചില്ലേ? ആ സുഹൃത്തായി അവൾ ഇന്നും ഈ നെഞ്ചിലുണ്ട്. അവിടെ കിടക്കട്ടട അവളെന്നും. മിഥു അവൻ്റെ നെഞ്ചിൽ തൊട്ട് പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കി പുഞ്ചിരിച്ചു. ശിവയുടെ നോട്ടം പക്ഷേ മിഥുവിലായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ എവിടെയെങ്കിലും ഒരു നഷ്ടബോധം കാണുന്നുണ്ടോ എന്നറിയാനുള്ള ശ്രമത്തിലായിരുന്നു ശിവ. പക്ഷേ ആ കണ്ണുകൾ പോലും ചിരിക്കുന്നത് പോലെ. ശിവയും ഒന്ന് പുഞ്ചിരിച്ചു. പതിയെ മതിലിൽ നിന്നും ചാടിയിറങ്ങി മിഥുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മിഥു എന്താ എന്ന പോലെ പുരികമുയർത്തി. ഇപ്പോഴും തനിച്ച് ജീവിക്കാൻ തന്നെയാണോ ആഗ്രഹിക്കുന്നത് നീ? ഐശുവിൻ്റെ കാര്യം എങ്ങനെ മിഥുവിനോട് പറഞ്ഞു തുടങ്ങുമെന്ന ആശങ്കയിൽ ശിവ ചോദിച്ചു. മറുപടിയായി നിറഞ്ഞൊരു ചിരിയായിരുന്നു മിഥുവിൻ്റെ മറുപടി. ശിവ അവനെ സംശയത്തോടെ നോക്കി. അല്ല, ഇപ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ട്, മിഥു നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. തിളങ്ങുന്ന കണ്ണുകളോടെ ശിവ അവനെ നോക്കി. മിഥു, അവൻ വിളിച്ചു. എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ഞാനില്ലെന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കാൻ, നെഞ്ചോട് ചേർത്തുറക്കാൻ, എല്ലാത്തിലുപരി ഈ മനസ്സിൽ മരവിച്ചു പോയി കിടന്ന പ്രണയത്തിന് നിറം പകരാൻ ഒരു കൂട്ട് വേണമെന്ന് ഇപ്പോൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. മിഥുവിൻ്റെ നോട്ടം ഗ്രൗണ്ടിലേക്ക് പോയി. അവൻ്റെ ചുണ്ടിലെ ചിരിയിൽ ശിവയിൽ ഒരു പ്രതീക്ഷ നിറഞ്ഞെങ്കിലും ഒപ്പം ഒരു പേടി കൂടി തോന്നി. മിഥു ഇനി മറ്റാരെങ്കിലും പ്രണയിക്കുന്നുണ്ടാവോ? അവനിൽ അസ്വസ്ഥത നിറഞ്ഞു. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പതർച്ചയോടെ അവൻ ചോദിച്ചു. ഉണ്ട്. പെട്ടെന്ന് തന്നെ മറുപടിയും വന്നു. ശിവയുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. അപ്പോൾ എൻ്റെ ഐശു. അവൻ്റെ കണ്ണുകൾ കലങ്ങി. ആരാ ആള്? നിന്റെ കൂടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണോ?
ശിവയുടെ സ്വരം വിറച്ചുപോയി. മിഥു അവനെ നോക്കി ചിരിച്ചു. അല്ല, അത്രയേ പറഞ്ഞുള്ളൂ അവൻ. പിന്നെ പിന്നെ ആരാടാ? ശിവ മിഥുവിൻ്റെ തോളിൽ കൈവച്ചു. അവളെക്കുറിച്ച് ഞാൻ എന്താടാ ശിവ പറയണ്ടേ? എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് പാവ അവള്, ഒപ്പം കുറുമ്പിയും. മിഥുവിൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് പ്രണയം നിറഞ്ഞു. ശിവ പകച്ചുകൊണ്ട് അവനെ നോക്കി. മിഥു, അവൻ വിളിച്ചു. ആളാരാണെന്ന് അറിയണ്ടേ നിനക്ക്? മിഥു കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വേണം, ഉറപ്പോടെ ശിവ പറഞ്ഞു. അവൾ മനസ്സിൽ എന്നോടുള്ള പ്രണയം ഉള്ളിലൊതുക്കി കഴിഞ്ഞ ഒരു പാവം പെണ്ണാ. എന്തിനാ അവളത് എന്നോട് മറച്ചു വെച്ചേ? എന്നോട് പറയായിരുന്നില്ലേ? എന്തും എന്നോട് പറയാൻ അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തേ ഈ ഒരു കാര്യത്തിൽ മാത്രം അവൾ മൗനം പാലിച്ചു? അവൾക്ക് നേരെ പ്രണയത്തോടെ നീളേണ്ട എൻ്റെ കണ്ണുകൾ അവളുടെ ഇരട്ട സഹോദരിക്ക് മേൽ പതിഞ്ഞപ്പോൾ അവൾ ഉള്ളിൽ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാവൂടാ. എന്നിട്ടും എൻ്റെ പ്രണയം എനിക്ക് നേടിത്തരാൻ വേണ്ടി അവളും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, ഉള്ളിൽ കരഞ്ഞോണ്ട്. അറിഞ്ഞില്ല ഞാൻ, എൻ്റെ ഉള്ളിലെ പ്രണയം ഒരിക്കലും എനിക്ക് സ്വന്തമാവില്ല എന്നറിഞ്ഞ് ഞാൻ കണ്ണു നിറച്ചപ്പോൾ ഞാനില്ലേ മിഥുവേട്ടാന്ന് പറഞ്ഞ് കാണില്ലേ അവള്. പക്ഷെ ഒന്നും അറിഞ്ഞില്ലടാ ഞാൻ. അറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അത്രയും പറഞ്ഞു നിർത്തി മിഥു കണ്ണു നിറച്ചുകൊണ്ട് ശിവയെ നോക്കി. പകപ്പോടെയെങ്കിലും കണ്ണു നിറച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ശിവയെ കണ്ട് മിഥു പെട്ടെന്ന് അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ശിവയുടെ ചുണ്ടുകൾ സങ്കടത്താൽ വിറച്ചു. മിഥു നീയപ്പോ എൻ്റെ ശിവയ്ക്ക് വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. മിഥു കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. അവൻ്റെ നിറഞ്ഞ കണ്ണിലെ കണ്ണുനീർ കവിളിനെ നനച്ചുകൊണ്ട് പുറത്തേക്ക് ഒഴുകി. ഐശ്വര്യ, നമ്മുടെ ഐശു തന്നേക്കാവോടെ ശിവ അവളെനിക്ക്. അവളുടെ കാത്തിരിപ്പോളം വരില്ല എന്നറിയാം. ഒരുപക്ഷെ അവൾ പ്രണയിക്കുന്നതിൻ്റെ പകുതി പോലും എനിക്ക് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നും വരാം. പക്ഷെ മിഥുവിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ള പ്രണയം മുഴുവൻ എൻ്റെ ഐശുവിന് വേണ്ടി മാത്രമുള്ളതാ. ഇത്രയും കരഞ്ഞില്ല അവൾ എനിക്ക് വേണ്ടി. ഇനിയെങ്കിലും ഞാൻ അവളെ മനസ്സിലാക്കാഞ്ഞാൽ എങ്ങനെയാടാ? എനിക്ക് തന്നേക്കടാ ശിവ ഐശുവിനെ, എൻ്റെ പെണ്ണായിട്ട്. ഞാനെൻ്റെ നെഞ്ചിൽ കൊണ്ടു നടന്ന് സ്നേഹിച്ചോളാം. തന്നേക്ക്. ശിവയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് തൻ്റെ ഇരു കൈകൾ അമർത്തി വെച്ച് മുഖം കൂടി ആ കൈകളിലേക്ക് ചേർത്ത് വെച്ചവൻ പൊട്ടിക്കരഞ്ഞുപോയി മിഥു. ശിവയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷെ അത് സന്തോഷം കൊണ്ടായിരുന്നു. ഈശ്വര, ശിവ മുകളിലേക്ക് നോക്കി വിളിച്ചു. ചുണ്ടിൽ ചിരിയാണവന്. പക്ഷെ കണ്ണുകൾ അവനെ അപ്പോഴും തോൽപ്പിക്കുകയാണ്. ഐശുവിൻ്റെ ജീവിതമെങ്കിലും സുരക്ഷിതമാകാൻ പോകുന്നു എന്ന സന്തോഷം. മിഥു, ശിവ വിളിച്ചു. മിഥു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് തന്നേക്ക് ശിവ, മിഥു തേങ്ങിക്കൊണ്ട് പറഞ്ഞു. നീ എടുത്തോടാ. എൻ്റെ അനിയത്തി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാത്തിരിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ലേ? ശിവ പുഞ്ചിരിയോടെ പറഞ്ഞു. മിഥു കണ്ണ് നിറച്ച് ചിരിച്ചു. പെട്ടെന്ന് മിഥു ശിവയെ കെട്ടിപ്പിടിച്ചു. ശിവയും സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. ഇരുവരുടെയും സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ നിമിഷം വാനം ഉരുണ്ടുകൂടി. ഗ്രൗണ്ടിലുള്ള കുട്ടികളെല്ലാം അവിടെ നിന്നും ഓടിയകന്നു. അപ്പോഴേക്കും ഭൂമിയെ നനച്ചുകൊണ്ട് പെരുമഴ പെയ്തിറങ്ങി. ശിവ മിഥുവിനെ ചേർത്ത് പിടിച്ച് ആ മഴ നനയുമ്പോൾ കാർമേഘം മൂടിക്കെട്ടിയ മനസ്സിൽ പ്രതീക്ഷകൾ നിറഞ്ഞിരുന്നു ഇരുവരുടെയും ഉള്ളിൽ. ശിവ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഡിസ്പ്ലേയിലേക്ക് ഒന്ന് നോക്കി. പതിയെ മിത്രയുടെ ഫോണിലേക്ക് കണക്റ്റായി കിടന്ന കോള് കട്ടാക്കി അവൻ ഫോണ് പോക്കറ്റിലേക്ക് ഇട്ടു. മിഥുവിനെ ശ്രദ്ധയോടെ പിടിച്ച് കുറച്ചു മാറിയുള്ള ഒരു ഷെഡിലേക്ക് കയറി അതിലെ തിണ്ണയിലിരുന്നു ഇരുവരും, പുറത്തു പെയ്യുന്ന മഴയും നോക്കിക്കൊണ്ട്. ഇങ്ങിവിടെ മിത്രയുടെ റൂമിൽ ഫോണിലേക്ക് നോക്കി കണ്ണ് നിറച്ചിരിക്കുകയാണ് മിത്രയും ഭദ്രയും. ഇതുവരെ ശിവയും മിഥുവും സംസാരിച്ചതെല്ലാം ഇരുവരും കേട്ടിരുന്നു. മിത്രയോട് പറഞ്ഞിട്ടാണ് ശിവ മിഥുവിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു വിളിച്ചത്. അതുകൊണ്ട് തന്നെ മിഥുവിനോട് സംസാരിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ശിവ മിത്രയുടെ ഫോണിൽ കോള് ചെയ്തു വെച്ചിരുന്നു. മിത്രേ, ഭദ്ര കണ്ണ് നിറച്ചുകൊണ്ട് മിത്രയെ വിളിച്ചു. മിത്ര നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവളെ നോക്കി ചിരിച്ചു. ഭദ്രേ, എടി മിഥുനേട്ടൻ നമ്മുടെ ഐശുവിനെ. അതും പറഞ്ഞ് തേങ്ങലോടെ മിത്ര ഭദ്രയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഭദ്രയും അവളെ ചേർത്ത് പിടിച്ച് കരയുകയായിരുന്നു. സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന കണ്ണുനീർ. തുടരും.